കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ഇതാ ടീച്ചറുടെ ബാക്കിൽ അവസ്ഥ നോക്കൂ. ഒരു ബടി പിടിച്ചിട്ടാണ് ഹാൻഡിൽ. കുട്ടികള് ഏട്ടത്തിന്റെ കൂടെ പോകുന്നേ. നമ്മള് എക്സാക്ട് ലൊക്കേഷൻ എത്തിയിട്ട് ഉമ്മാണ്ട് തന്നെ അല്ലമ്മ ഗുഡ് ആയിട്ട് പുറത്ത് വന്ന ശേഷം ഉമ്മാണ്ട് ചൂട് ഭയങ്കരമായിരിക്കും. അതിന്റെ ഡബിൾ ചൂട് 90 ഡിഗ്രി ഉണ്ടാവും. ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ചായയിലൂടെയാണ് കേട്ടോ ഞങ്ങൾ വ്ലോഗ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പം ഇന്ന് മോർണിംഗ് ചായ ആൻഡ് എഗ് ബുർജി ആൻഡ് ചപ്പാത്തിയാണ് കഴിക്കുന്നത്. സോ കണ്ടിത് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാൻ നിന്നിട്ടാണ് അതിനുശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ചായ, അത് കുടിക്കാൻ വേണ്ടി തന്നെ ഒരു ക്രേസാണ്. ചായക്ക് വേണ്ടി തന്നെ രാവിലെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് എണീക്കും. സോ ഇന്ന് രാവിലെ ചായ കുടിക്കണമല്ലോ എന്ന്. രാവിലത്തെ ചായ കുടിച്ച ശേഷം ഉച്ചത്തെ ചോറാണ് കാത്തു നിൽക്കുന്നത്. ഉച്ചത്തെ ചോറായ ശേഷം ഈവനിങ്ങിലത്തെ കോഫി. അങ്ങനെയല്ല നമ്മൾ ഡേ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഫുഡില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പട്ടിണിയിൽ ഇരുന്നിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ. എനി ടൈം ഫുഡ് കാണിക്കുമെന്ന് പറഞ്ഞാൽ ഫുഡാണ് ഒരു മനുഷ്യർക്ക് ഏറ്റവും വേണ്ടത് ആദ്യമായിട്ട്. സോ ഞാൻ കൂടുതലായിട്ട് ഫുഡ് ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഫുഡ് കാണട്ടോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വ്ലോഗിലൂടെയാണ്. Look at this, guys. Anganalla. Hold it. Bigger. Big flame avakunda. Big flame. Big flame av. Big flame. Oh my gosh. Big flame. Oh, big flame. Oh, big flame. Big flame aku Moise. What? Kali aithe nee endiratra long big flame aaki. ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫംഗ്ഷനിക്ക് പോകുന്നതാണ് കേട്ടോ. ഫംഗ്ഷൻ മീൻസ് മാരേജ് ഫംഗ്ഷനാണ്. അതെൻ്റെ അമ്മാമ്മൻ്റെ റിലേറ്റീവ്സിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ ഫാമിലി എല്ലാവരായിട്ട് പോകുന്നതാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കല്യാണ വ്ളോഗായിരിക്കും. അവിടുത്തെ ഫുള്ള് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കില്ല, കുറച്ചാണ് കേട്ടോ. ഇവരൊക്കെ പുതിയ ചോബി വാ ഒരവസ്ഥ കണ്ടോ. ഇഷു ഹായ് പറ. ഇഷു ഹായ്. ചോബി ഇതൊരു സിസ്റ്റർ ഭയങ്കര മൊഞ്ചത്തി കുട്ടിയായിട്ടാ. മിശ്രമ കട്രി മൊഞ്ചത്തി കുട്ടി നോക്ക്. ഇത് ഇവിടെ ചോബിയല്ല മോള് മൊഞ്ചത്തി കുട്ടിയായ ഉമ്മ പശ്മിനാൻ്റെ ഹീറോയിനാ. കീത്ത ബക്കാറിത്ത് വരാം. ഗൈസ് അവർ പോവാണ്. കണ്ടില്ലേ അവിടെ. അയ്യോ കവറ് ഞമ്മൾ എന്താക്കി, എവിടെ വെച്ചിട്ടായിരുന്നു കവറ് അറിയില്ല കേട്ടോ. അപ്പോൾ കവറ് വണ്ടീൻ്റെ മുകളിലാണ്. ഇന്നത്തെ സിമ്പിൾ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാക്കന്റെ ഫാമിലിയാ. ഓക്കെ, അപ്പൊ എല്ലാവരോടും സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറയും. കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ഇതാ ടീച്ചറുടെ ബാക്കിൽ ഇതാ അവസ്ഥ നോക്കൂ. ഒരു ബടി പിടിച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് കുട്ടികളെ. കണ്ട ആൾക്കാർക്കെല്ലാം എന്തിനാ കാണിക്കുന്നത് ഇതൊക്കെയല്ല. ഇവരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇത് ഒരാൾ വഞ്ചിരിക്കാണ്. ഇതോടെ ഞാൻ പറഞ്ഞ കല്യാണം കുറച്ച് ലോങ് ആണ് പോവാണ്. ഇവരെ പിടിച്ചിരിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഏട്ടത്തി ബടി പിടിച്ചത് ആ ബടിക്ക് മാത്രം പേടിക്കല്ലോ, വേറെ ഒന്നിനും പേടിക്കല്ലോ. ഒച്ച ബഹല അതിനാണ് എത്തിയട്ട. ഏട്ടത്തി ഉമ്മ എല്ലാം സ്പീഡ് പോകുന്നു. കണ്ട ചോറ് വയ്ക്കാൻ വേണ്ടി ഏട്ടത്തി പോകുന്നതെന്ന് അറിയാം. ചോറ് വയ്ക്കാൻ വേണ്ടി വരുത്തട്ടോ. കോമഡിയാണേ. അതിനായിട്ട് വീഡിയോ നോക്കുന്ന ആൾക്കാർ ഭയങ്കര വലിയ സീരിയസ് ആക്കും. അതാണ് പ്രശ്നം. ഒന്നും പറയാൻ പറ്റില്ല. വായി തട്ടിട്ടെന്ന് ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കര വലിയ പ്രശ്നമാണ്. പറയാൻ ഞാൻ ഇഷ്ടം എന്തൊക്കെയായിരുന്നത്. ഭയങ്കര ഡിപ്രഷൻ എടുക്കുന്ന പോലെ സംഭവമാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ കല്യാണ വീട്ടിൽ വന്ന 3 കുട്ടികൾ ഏട്ടത്തിൻ്റെ കൂടെ പോകുന്നേ. നമ്മൾ
നമ്മളെ എക്സാക്ട് ലൊക്കേഷൻ എത്തിയട്ടെ. ഇതാണ് കേട്ടോ നമ്മൾ വരേണ്ട ലൊക്കേഷൻ. ലേഡീസ് ഗൗഡി പോണ്ട്. ഓ അവിടെ മെഡി എല്ലാം ഒട്ടിക്ക് പെണ്ണാണ്. മാരേജ് ഹാളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട്. ഒരു വീട് പോലെയാണ് കഴിച്ചത്, ഒരു വില്ല പോലെയാണ്. ഈ വില്ലലാണ് മാരേജ് ഫംഗ്ഷൻ ഒക്കെ നടക്കുന്നത്. ഒക്കെ കഴിക്കാണ്. ഉമ്മാണെങ്കിൽ ആരെ മുഖം നോക്കുന്നില്ല കേട്ടോ, കഴിക്കുന്നത് തന്നെ ഏട്ടത്തിന് നിന്ന് കൊണ്ട് വെയിറ്റ് ആക്കാണ്. ഉമ്മാൻ്റെ തന്നെ അല്ലമ്മ ഗുഡ് ഡൈറ്റ്. മല്ലിച്ചോറും കണ്ടതൊക്കെ കുട്ടികൾക്ക് വേണം. ഇതാ നോക്ക് ബക്കറ്റ്. ഇതിന് 20 റുപ്പീസാണ് ഒന്നിന്. ಒಂದು ತರೋ ಎಷ್ಟು? ಹಾಂ ಅವ್ರು ಬಿಡ್ರಲ್ಲ, ಅವ್ರು ಬಿಡಲ್ಲ. ഇങ്ങനെ ഓക്കെ എടുത്തിട്ട് ഊതിട്ട് ഇങ്ങനെ ഊതിട്ട് ಹಾಂ ಸಾಕು. ಹಾಂ ಹಾಂ വണ്ടിയിൽ പിടിച്ച് കലട്ടാക്കിയാൽ ഇങ്ങനെ എന്താക്കി നോക്കൂ. സൈഡാവും വണ്ടി. സൈഡവിടെ ನಾನು ಇಷ್ಟು ಮುಯ್ಸಿನ ಇಷ್ಟು ಬಾವ കെട്ടിയാ. അപ്പം അവിടെ ഒരു കുറുക്ക മണി നിൽക്കുന്നുണ്ട്. അതിന് കൊടുത്തില്ലെങ്കിലാവില്ല. മുഹമ്മദാക്ക കിട്ടിയിട്ടില്ല, പോയി സാറില്ല. എന്നിട്ടോ കല്യാണ വീട് അവിടെ പാർക്കിംഗ് ആക്ക പോണ കല്ല. ദൂരത്ത് നിന്നെടുക്കുന്ന സ്ട്രേഞ്ചർ പോലെ. ഇവിടെ അടുത്ത് പോകാൻ പറ്റില്ല, അത്ര റഷ് ഉണ്ടോ. അടുത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയല്ല. നമ്മളെ വണ്ടി അവിടെ. അങ്ങനെ കഴിച്ച് ചോറ് കറിയെല്ലാം കഴിച്ച് കഴിഞ്ഞ് വയറിനറച്ച് ഇനി നേരെ പോയിട്ട് വീട്ടിൽ ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം. അപ്പോൾ അവരൊക്കെ വരണം നോക്കണം. എല്ലാവരും ബലൂൺ പിടിച്ച് വരണട്ടാ. ബലൂണിൻ്റെ ആൾക്കാരാ അവിടെ പോയിട്ട് കരയുന്നതാണ്. ബലൂൺ ഉണ്ടോ ഉമ്മാന്റെ ചൂട് പറഞ്ഞില്ല. ഇവിടെ ഭയങ്കര ചൂടാണ് അത്ര. വേഗം ഡോർ എടുക്കുന്നത്. വെറും വരാൻ വേണ്ടി ഓടി വരും. പിന്നെ അവർക്ക് ചൂട് തടയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അടി വയ്ക്കും. ചൂടെന്ന് പറഞ്ഞിട്ട്. ചൂടുണ്ട് ഞാൻ പറഞ്ഞില്ല, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റൂല. ഉമ്മാനെ പുറത്ത് കൊണ്ടാൽ ഇതേ അവസ്ഥയാണ്. ഉമ്മ പുറത്ത് വരാൻ വേഗം കരയും. ഞാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഉള്ളിലിരിക്കാൻ പറ്റില്ല എന്ന്. പുറത്ത് വന്ന ശേഷം ഉമ്മാന്റെ ചൂട് ഭയങ്കരമായിരിക്കും. അതിൻ്റെ ഡബിൾ ചൂട് 90 ഡിഗ്രിയിലുണ്ടാവും. ഈ ബലൂൺ അപ്പം എടുത്തിട്ട് മിറർ കാണിക്കരുത്. മാഷല്ല ഇതെല്ലാം ഏസ്താൻ കേട്ടോ, വെച്ചെടുക്കില്ല. ചോറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ചോറ് നല്ലോണം വയറ് കഴിച്ചു. മാഷല്ല നല്ല ഫുഡായിരുന്നു. സന്തോഷമായി വന്നിട്ട്. എന്തായാലും നെക്സ്റ്റ് പരിപാടി എന്താ നോക്കാം. എന്തെങ്കിലും ജ്യൂസ് കുടിക്കാൻ വരും ഉമ്മാൻ്റെ ഇതിൽ. വേറെ ബലൂൺ വെക്കാൻ വേണ്ടി വന്ന കുട്ടിയല്ല ചോബിൻ്റെത് 4 ഹൈസ്. ആ ഇഷോ നീ പോയിട്ട് 6 ജീര ജ്യൂസ് കൊണ്ടുവാ. ദാഹിക്കുന്നു. ആ പിടിക്കും. സാറില്ല. ഓക്കെ. അപ്പൊ നമ്മളെല്ലാവരും വീട്ടിലെത്തിയ മണെ നമ്മുടെ ഭയങ്കര ടയർഡാണ്. കുറച്ച് ജീര ജ്യൂസെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ ഞാൻ അവനെ ഓട്ട് പോയിട്ട് അടിച്ചത്, ജീര ജ്യൂസെങ്കിലും കൊണ്ടുപോകാന്നുള്ളത്. അപ്പോഴേക്കിത് ഈ ബലൂൺ എന്തൊക്കെ പ്രശ്നം കാരണം ഞാൻ ഡ്രൈവിംഗ് സമയത്ത് കുട്ടികളെ എൻ്റെ മുഖത്ത് കണ്ണ് അടിക്കാനൊക്കെ ഉണ്ടെന്ന് വലിച്ചു കലഞ്ഞതാ. പൊട്ടിക്കായിരുന്നു ഞാൻ ദ്വേഷം കൊണ്ടിട്ട്. ഇവരൊക്കെ ഭയങ്കര കല്യാണ് കേട്ടോ. മങ്കൻ്റെ കയ്യിൽ മാണിക്ക കൊടുത്ത പോലെ അയക്കുന്നു. കുട്ടികളെ കയ്യിൽ കൊടുത്തത് ബലൂണാണ്. കൊണ്ടോണ്ട് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ പോയിട്ട് വന്ന ആ ഒരു ക്ഷീണ വന്നിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് മുഖം കഴുകിയിട്ട് ഫ്രഷായിട്ട് വറങ്ങണം. എല്ലാവരും വർക്കും ഞാൻ. മൊയ്സിനെ ഏട്ടത്തി വരയ്ക്കാൽ ഈശ്വരനെ ഞാൻ വറക്കും. ഇന്ന് എന്നെ ഒന്ന് സഹായിക്കണം മിസ്ത്രിനെ. അവനൊന്ന് വറക്കിട്ട് എനിക്ക് തീരെ വയ്യ. മൊയ്സിനൊന്നും ഏട്ടത്തിനോട് വറയ്ക്കാൻ അയച്ചാൽ ഈശ്വരൻ ഞാൻ എങ്ങനെ മങ്ക കേൾക്കുന്നു. എന്തായി ജ്യൂസ് ഉണ്ടോ ഇഷോ? അണ്ണ മാത്രമുള്ളൂ.
ജീര ജ്യൂസ് ഇല്ല എന്ന് ഹണ ഉള്ളൂ കാണാമെങ്കിലാണ്. ബിരിയാണി കഴിച്ചാലുണ്ടല്ലോ ഭയങ്കര ദാഹിക്കും. ഡൈജസ്റ്റ് ആവാൻ എന്തെങ്കിലും ഒരു കൂൾ ഡ്രിങ്ക്സ് വേണം. അതാണ് ഹന. നമ്മൾ പരിപാടി ഇതാ നല്ലൊരു നെസ്കഫെ കോഫി. നാച്ചുറൽ ഡേയ്സ് ആണ് കേട്ടോ. നാച്ചുറൽ ഡേയ്സ്, നാച്ചുറൽ ലൈഫ് സ്റ്റൈൽ ലോകം. ഗുഡല്ല സ്റ്റീൽ ഗ്ലാസ്സിൽ കോഫി കുടിക്കുമ്പോഴുണ്ടല്ലോ രസം. ഫാൻ എഡിഷൻ. ഇതാണ് കറക്റ്റ്. കണ്ട 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 പെപ്സി കുടിക്കുക. സ്പ്രൈറ്റ് ഇഷ്ടപ്പെട്ട മൈസ് നൂഡിൽസ്.